പ്ലസ് ടു കാർക്ക് 30 ദിവസത്തിനുള്ളിൽ 120 ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കാനുള്ളത് ടൈം ടേബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെർഫെക്റ്റ് ടൈം ടേബിൾ. 2 മണിക്കൂർ റെസ്റ്റ് ടൈം, ഉറക്കം പോലും കളയാതെ. രാവിലെ പഠിക്കുന്നവർക്കും രാത്രി പഠിക്കുന്നവർക്കും രണ്ടുപേർക്കുള്ള ഇതിനകത്തുണ്ട്. ഇതെല്ലാം സായിപ്പന്മാരുടെ സയന്റിഫിക് റിസർച്ച് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അല്ല ഞാൻ ചുമ്മാ തട്ടിവിടുന്നതല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാം. ഇത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ കിടുക്കാച്ചി ഫുഡ് ഉണ്ടാക്കി അത് വായി വെച്ച് തരാം. പക്ഷെ നിങ്ങൾ വേണം ചവയ്ക്കാൻ. ഇത് 4 ബ്ലോക്ക് ആയിട്ടാണ്. ഫസ്റ്റ് ബ്ലോക്ക്, രാവിലെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര നേരത്തെ എഴുന്നേക്കണം. ഇനി പറയുന്ന 5 കാര്യം കേട്ടില്ലെങ്കിൽ രാവിലെ തന്നെ പ്ലാൻ ചീറ്റാൻ തുടങ്ങും. 1, ഇതുവരെ കേൾക്കാത്ത പാട്ട് അലാറമായിട്ട് വെക്കണം. 2, ഹെവി ഫുഡ് കഴിച്ചിട്ട് രാത്രി കിടക്കല് തലേ ദിവസം. 3, രാവിലെ മൂത്രം ഒഴിക്കാൻ മുട്ടി എഴുന്നേക്കാൻ വേണ്ടി നല്ലപോലെ വെള്ളം കുടിച്ചിട്ട് കിടക്കണം. 4, രാവിലെ എഴുന്നേറ്റ് കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് വെക്കണം. കുറച്ച് കഴിക്കാവുള്ളൂ. കോഫിയുടെ കൂടെ 7 മണിക്കൂർ മിനിമം ഉറങ്ങണം. ഈ ബ്ലോക്കിലെ മെയിൻ കാര്യം, എഴുന്നേറ്റ് കോഫി കുടിച്ച് ടോയ്ലറ്റിലും പോയി 10 മിനിറ്റ് മെഡിറ്റേഷൻ കഴിഞ്ഞ് ഒരു പാഠം പഠിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് അനങ്ങാവുള്ളൂ. ഈ ഒരു പാഠം കഴിഞ്ഞിട്ടേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുള്ളൂ. കഴിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് ഉറങ്ങണം. ഫോൺ രാത്രി തോണ്ടാം. ഇല്ലെങ്കിൽ മനസ്സിലെ മോട്ടിവേഷൻ മൊത്തം പോവും, പഠിക്കാൻ തോന്നത്തേയില്ല. ഇനി 2ാമത്തെ ബ്ലോക്ക്, ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പാഠം തീർക്കണം. ബ്രേക്ക് ഒക്കെ വേണ്ടേ? വേണം. ഇനി ഏത് മടിയം വാഴയ്ക്കും ബ്രേക്ക് എടുക്കാവുന്ന കറക്റ്റ് രീതി. 45 മിനിറ്റ് പഠിച്ചിട്ട് 10 മിനിറ്റ് ബ്രേക്ക്. ബ്രേക്കിൽ കണ്ണടച്ചിരിക്കുകയോ അല്ല കണ്ണടച്ച് കിടക്കുകയോ എല്ലാം ചെയ്യണം. ആ പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കുറെ പഠിക്കുമ്പോൾ മടുക്കാതിരിക്കാൻ നിങ്ങൾ പാട്ട് കേട്ടോണ്ട് പഠിക്കണം. ഇരുന്ന് പഠിക്കുന്ന സ്ഥലം മാറി ഇരുന്ന് പഠിക്കണം. പിന്നെ നിന്ന് വേണേലും നിങ്ങൾക്ക് പഠിക്കാം. 3 മടങ്ങി കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സയന്റിഫിക് മെത്തേഡ്സ് ആണിത്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ഉച്ചയ്ക്ക് അത്യാവശ്യം ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് 20 മിനിറ്റ് ഉറങ്ങണം. അത് കഴിഞ്ഞ് 3rd ബ്ലോക്ക്. ഈ 3rd ബ്ലോക്കിൽ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞ് കുളിക്കാൻ വെക്കോ, അതും പച്ചവെള്ളത്തിൽ കുളിക്കണം. ബ്രെയിൻ റീസെറ്റ് ആയ പോലെ ഇരിക്കും. നിങ്ങൾ കൊക്കൈൻ അടിച്ചു കഴിയുമ്പോൾ എന്തോരം ഡോപ്പമൈൻ കൂടുന്നു അത്രയും ഡോപ്പമൈൻ പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോഴും കൂടും. റിസർച്ച് പറയുന്നുണ്ട്. നല്ല സന്തോഷം വരും, സ്ട്രെസ്സും കുറയും. ഇനി 4th ബ്ലോക്ക്, നല്ലൊരു കോഫി അടിച്ചിട്ട് തുടങ്ങിക്കോ. ഈ 4th ബ്ലോക്ക് രാത്രി പഠിക്കുന്നവര് രാവിലത്തെ സാധനം ഇങ്ങോട്ട് ഇടണം. ഇനി ഫോണിന്റെ കാര്യം, രാത്രി മാത്രം ഫോൺ കൊണ്ടണം. അതും അത്യാവശ്യത്തിന് മാത്രം. 7 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം, അല്ലെ എല്ലാം ചീറ്റും. ഇനി ലാസ്റ്റത്തെ മെയിൻ കാര്യം പറയാൻ പോവാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പോരാ. നിങ്ങളുടെ കറക്റ്റ് സമയത്തിനനുസരിച്ച് കൃത്യം ടൈം സെറ്റ് ചെയ്ത് A+ കിട്ടുന്ന വരെയുള്ള A to Z കാര്യങ്ങൾ ഞാൻ വൃത്തിക്ക് കോച്ചിങ് ചെയ്ത് തരാം. ഇതാണ് എന്റെ +2 മാർക്ക് ഷീറ്റ്. പിന്നെ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് മതി തീരുമാനിക്കുന്നത്.